ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാടൻ കായ കേട്ടോ. നാടൻ കായ കിട്ടി ഇന്നലെ ഇതുൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച നാടൻ കായ. അപ്പോൾ അത് വെക്കാൻ വിചാരിച്ചു. ഇന്ന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നാടൻ കായ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഋതുവിന് അതാ ഇഷ്ടം, ചെറുതായിട്ട് എന്തിട്ട് കിട്ടിയാലും ചെറുതായിട്ട് അരിയണം. അത് കാരണം ചെറുതാക്കി എരിഞ്ഞിട്ട് നാടൻ കായ ചെറിയ കായില്ല അതിന് കേട്ടോ. പിന്നെ നാടൻ കായ കൂടെ 2 കോഴിമുട്ട, പിന്നെ ഉള്ളിയും മുളകും കൂടി മിക്സിയിൽ നിന്ന് അരച്ചെടുത്തത് അതുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ട് അതിൽ തവ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായി വരുന്നുണ്ട്. ഞങ്ങൾ ചൂടായിട്ടാ ഓയിലായിട്ട് ഉപയോഗിക്കുക. ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിക്കുക. ചൂടായി ഞങ്ങൾ എന്ന് വെച്ചാൽ ഓയിലിന് ഉപയോഗിക്കുക. ഓയിൽ ഉപയോഗിച്ചിട്ട് കറി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഓയിലിൽ ഒഴിച്ചെടുത്തു, കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ മൂടിക്കട്ടെ. അങ്ങനെ ചട്ടി ചൂട്. അപ്പോൾ ഇനി ഓയിലൊന്ന് ചൂടാവണ്ടേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ച ഉള്ളിയും ഇതില്ലേ, ഉള്ളി ചതച്ച ഉള്ളിയും മുളകും അത് വറ്റൽമുളകും കൂടി ചതച്ചത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചൂടായി വരുമ്പോൾ തീയിലിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുറയ്ക്കണതാണ് നല്ലത്. ഞാനത് ഒന്നുകൂടി ചൂടായിക്കോട്ടെ വെച്ചിട്ട്. അപ്പം ഞാൻ കറിവേപ്പില പൊട്ടിച്ചില്ല, മറന്നു. അത് പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. കറിവേപ്പില ഇവിടെ നാടൻ കറിവേപ്പില നന്നായി ഉണ്ട്. വലിയൊരു മരം ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ തൈക്കളുണ്ട്. അപ്പം ഞാൻ തൈമെന്നാണ് അധികം പൊട്ടിക്കാറ്. വലുത് എനിക്ക് എത്തില്ല, അത് കാരണം കേട്ടോ, അല്ലെങ്കിൽ ഞാനത് പൊട്ടിക്കുള്ളൂ. അപ്പോൾ കുറേ കുഞ്ഞു തൈകൾ ഇങ്ങനെ അടുത്തടുത്തൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ. അപ്പം ഞാൻ ആ മരത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ കണ്ട അവിടെ ഇടുന്നുണ്ട് ഈ അടയ്ക്കാഴയുടെ അപ്പുറത്ത്. അപ്പോൾ അതിൽ നിന്ന് 2 പൊട്ടിച്ച്. നല്ല മണമല്ലേ നാടൻ കറിവേപ്പിലയ്ക്ക്. അപ്പോൾ അതേ കൊണ്ടുപോകണം. ഞാനത് കഴുകട്ടെ. അങ്ങനെ അത് കഴുകി കഴുകിയിട്ട് ഇതേ ഇനി ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കൂടി ഇട്ടുകൊണ്ട് കൊടുക്കുക. അതിൽ കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചട്ടിയിലേക്ക് 2 കൂടി ഇടാം. പൊട്ടിത്തെറിക്കണിക്കുണ്ട് കേട്ടോ, വെള്ളം ആയ കാരണം. അങ്ങനെ അതൊന്ന് ഇനി ഇതാക്കി കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, മൂക്കണേൻ്റെ മണം. അങ്ങനെ അത് ഇളക്കാം. തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതിട്ടാ, അത് നല്ലത്. അപ്പോൾ അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. മൂക്കുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം. അങ്ങനെ നിങ്ങളൊക്കെ ഇത് ചെയ്ത് പരീക്ഷണം കഴിഞ്ഞതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കണായിരുന്നു. കുറവുണ്ട്, എനിക്ക് ഇത്ര മുളക് കുറവുണ്ട്. ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഈ മുളക് 2 ആർക്കല്ലേ. അപ്പോൾ മുളക് ഇല്ലെങ്കിൽ ഇതൊന്ന് കൂടും. കാരണം ഇതുവിന് മുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ മുളക് പൊടി കുറച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മണമൊക്കെ പോണ വരെ മുട്ട പൊട്ടിച്ച് ആ പച്ചക്കുത്തൊക്കെ പോണ വരെ ഇളക്കിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചു. ഇനി അതൊന്ന് ചിക്കടണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എൻ്റെ കൈ കൊണ്ട് സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത കാരണം ഇങ്ങനെ. കാരണം എനിക്ക് അറിയാം, നിങ്ങൾക്ക് നല്ല അസുഖക്കാരുടെ അവസ്ഥ അറിയാലോ. കൈ നമ്മുടെ സ്പീഡിൽ ചലിപ്പിക്കാൻ പറ്റില്ല. അത് കാരണം കടി പിടിച്ച് സ്ലോ മോഷനായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് ഇളക്കി ഇതൊന്നും മണക്കന്മാർ നല്ല
വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. നല്ല മണക്ക് വരുന്നുണ്ട്. തൊണ്ടയിലേക്ക് കിച്ച് ഇറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത് വാടി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം. മൊത്തത്തിലൊന്ന് എല്ലായിടത്തേക്ക് ആവണ വരെ ഒന്ന് ഇളക്കിയിട്ട് നന്നായി ഇളക്കി മറച്ച് തിരിച്ച് എല്ലാം മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കും. ഒരു ഗ്ലാസിൻ്റെ അര ഗ്ലാസ് വേണ്ട, ഒഴിച്ച് മതി. കാരണം പെട്ടെന്ന് ഇതുപോലെ കായ അത് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മൂടിച്ച് കൊടുക്കാറുണ്ടല്ലോ. നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലത് രസമായിരിക്കും. കണ്ടോ കറി ചെയ്ത് കണ്ടോ? നിങ്ങളൊക്കെ സൂപ്പറല്ലേ? നല്ല ഐഡിയ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റ്. രതീഷ് എന്ന പേരിട്ടോ. ഞാൻ രതു പറഞ്ഞ ഐഡിയ ഉപ്പിടണം കേട്ടോ, മറക്കല്ലേ. ഉപ്പ് ഞാൻ ഇടാൻ മറന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടണം. എനിക്ക് ഓർമ്മക്കുറവുള്ള ചിലപ്പോൾ ഞാൻ ഉപ്പിടാണ്ടൊക്കെ പോകും. ഞാൻ ഉപ്പിട്ടതിൻ്റെ ഇടയിൽ അങ്ങനത്തെ മൂടി വെച്ചു. ഇനി മൂടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് അത് ഓഫാവും. ഇനിയിപ്പോൾ അതും ഇരുന്നിട്ടൊന്ന് നല്ല ഇതായിരിക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് വെന്തു, ചോറ് വെച്ചണം. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണികൾ ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് പുറത്തൊക്കെ പോകണം. അങ്ങനെ